ഞാനാണടാ അവനെ നിന്നെ കാണിച്ചു കൊടുത്തത്. അതുവരെ അവൻ നിന്നെ അറിയ പോലില്ലായിരുന്നു. പിന്നെ ആദ്യം നിങ്ങളന്ന് കണ്ടുമുട്ടിയത് ഓർമ്മയില്ലേ? അതെല്ലാം ഞങ്ങളുടെ പ്ലാനായിരുന്നു. ഇനി ഇതിലെ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ അവൻ ജസ്റ്റ് ഐ ലവ് യു പറഞ്ഞ കുറച്ച് ദിവസം നിന്റെ പിന്നാലെ നടന്നപ്പോഴേക്കും നീ അങ്ങ് വീണു. പക്ഷെ അത് ഞാൻ ഒരിക്കലും നിന്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. ഇനി നിന്റെ മൈൻഡിൽ വരാൻ ഏറ്റവും ചാൻസ് കൂടി ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ എന്തിനതൊക്കെ ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഈ ഒരു ഡയറിന് ഞാൻ എന്തിനു നിന്നെ തന്നെ ചൂസ് ചെയ്തു? അതിനുള്ള ഉത്തരവ് ഞാൻ തരാം. നീ ഇതിലറിയാതെ പെട്ടതൊന്നുമല്ല. ഞാൻ ചെയ്തതെല്ലാം മനഃപൂർവ്വം തന്നെയാ. പഴയൊരു പ്രതികാരം ഉണ്ടായിരുന്നു നിന്നോട് തീർക്കാൻ. അത് ഈ രീതിക്ക് ഞാൻ അസലായങ്ങ് തീർത്തു. നിനക്കറിയില്ലായിരിക്കും, വേണമെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഒരു 2-3 വർഷം പുറകിലോട്ട് പോകേണ്ടി വരും. ഒരു ഹയർ സെക്കൻഡറിക്കാരനെ ഒരു ഹൈസ്കൂളുകാരി ആരും അറിയാതെ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ വന്ന് പ്രപ്പോസ് ചെയ്ത് ഓർമ്മയുണ്ടോ? ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞത്. ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം എൻ്റെ ലിമിറ്റേഷൻസ്. പക്ഷെ ഇത്രയും കാലത്തിനിടയ്ക്ക് ആരോടും തോന്നാത്തൊരു തരം ഇഷ്ടം എനിക്ക് ചേട്ടനോട് തോന്നിയിട്ടുണ്ട്. എന്തോ ലൈഫ് ലോങ് ചേട്ടൻ കൂടെ വേണമെന്നൊരാഗ്രഹം. ചേട്ടൻ ഓക്കെ ആണെങ്കിൽ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. കഴിഞ്ഞു തൻ്റെ ഇടവും തൻ്റെ പ്രായത്തിലുള്ള ഒരുവിധം പേർക്കൊക്കെ തോന്നാവുന്നൊരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷെ താനിപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്. തൻ്റെ സ്റ്റഡീസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒരു അട്രാക്ഷനാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ മാറിക്കോളും. ഇതൊക്കെ ഞാൻ എന്നോട് തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ചേട്ടനെ മറക്കാൻ പറ്റുന്ന. എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പ്ലീസ് ചേട്ടാ. അതിൻ്റെ ആവശ്യമില്ലടോ. ഇങ്ങനെ കാത്തിരിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹോപ്പ് വേണ്ടേ? അത് തനിക്ക് തരാൻ എന്നെ കൊണ്ടാവില്ല. കാരണം ഞാൻ സ്ട്രെയിറ്റ് അല്ല. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി പെരുമാറാൻ എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. താനെ കുട്ടിയുടെ ഫ്രണ്ടല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ശരി എന്നാ രണ്ടാളും ചെല്ലാൻ നോക്ക്. കൃതിക. ആഹാ, ഇത്ര നാളിന് ശേഷം ആ പേരൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അതെടാ, കൃതിക റാത്തോർ. എന്റെ അനിയത്തിയായിരുന്നു. അന്നത്തെ അവളുടെ പ്രവൃത്തിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ നിന്റെ മറുപടി സ്ട്രെയിറ്റ് ആയിരുന്നിട്ട് നീ അല്ലാന്ന് പറഞ്ഞത് നിനക്കോട് പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. പക്ഷെ അതിന് പകരം നീ ചെയ്തത് ചുറ്റുണ്ടായിരുന്നവരുടെ കളിയാക്കലും കുറ്റപ്പെടുത്തലും അപമാനിക്കലും ഒന്നും താങ്ങാനാവാതെ അവളെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നിനക്കറിയോ? നോക്കണ്ട, മരിച്ചിട്ടില്ല, ഇപ്പോഴുണ്ട് ഹോസ്പിറ്റൽ ബെഡില് ഒരു ജീവജമായിട്ട്. സംസാരിക്കാനോ അനങ്ങാനോ ഒന്നിനും ആവാതെ, ആരെയും തിരിച്ചറിയാൻ പോലും ആവാതെ. ആദ്യം നിന്നെ അങ്ങ് ഇല്ലാതാക്കിയാലോ എന്നാ ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി അതല്ലല്ലോ അതിന്റെ ശരി. എന്റെ അനിയത്തി അനുഭവിച്ച അതേ ആഴത്തില്, അല്ലെങ്കിൽ അതിലിരട്ടിയായിട്ട് നീ അനുഭവിക്കാണ്ട് ഈ ലോകത്തുനിന്ന് പോയാൽ ശരിയാവില്ലല്ലോ. അതേ നാണയത്തിലൊരു തിരിച്ചടി. അതന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സ്ട്രെയിറ്റായി നിന്നെ ഞാൻ അങ്ങനെ ഇല്ലാതാക്കി. മറ്റൊരാളെ അടുപ്പിച്ചു, സ്നേഹിപ്പിച്ചു, മനസ്സും ശരീരവും എല്ലാം പരസ്പരം കൈമാറിപ്പിച്ചു. അവസാനം ആ ആളുടെ ലൈഫിൽ നിന്നെ ഒന്നുമല്ലാതാക്കി തീർത്തു. ഇപ്പോ നീ എവിടെ നിൽക്കുന്നേന്ന് ഓർക്ക്. ഇപ്പൊ നീ നിൽക്കുന്നതും അന്ന് അവൾ നിന്ന അതേ സിറ്റുവേഷനില. എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഇതോടെ ഞാനെല്ലാം അവസാനിപ്പിക്കാം. ഇത്രയും തകർന്നടിഞ്ഞു നിൽക്കുന്ന നിന്നെ ഇനി എന്ത് ചെയ്യാൻ? ഇനി എനിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ അവനെ പറ്റി പറഞ്ഞതും കാണിച്ച തെളിവുകളൊന്നും നിനക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം. നാളെ പോയി നോക്കിയാൽ ലൈവായിട്ട് എല്ലാം കാണാൻ നിനക്ക്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മൊത്തത്തിൽ അങ്ങില്ലാണ്ടായി. ഒരു ദിവസം കേട്ടതും അറിഞ്ഞതും എല്ലാം എനിക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറമായിരുന്നു. ആ കുട്ടി അങ്ങനെ ഒരു അവസ്ഥയിലാന്ന് കേട്ടപ്പോൾ അത് ഞാൻ കാരണം. ഞാനതൊന്നും വിചാരിച്ചില്ല അന്ന് കുട്ടിയുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്. എത്ര ശ്രമിച്ചാലും അവൾ പിന്തിരിയില്ല എന്ന് മനസ്സിലായപ്പോൾ അതെങ്ങനെയെങ്കിലും മറക്കട്ടെ, മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത്. അല്ലാതെ ഒപ്പം അവൻ്റെ കാര്യം, അവൻ തന്ന സ്നേഹവും അവനോടുള്ള അവൻ്റെ വിശ്വാസം എല്ലാം ഒറ്റടിക്ക്. എനിക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. അന്ന് മൊത്തം ജീവനില്ലാത്തൊരു ഒരു ഫീലായിരുന്നു. കഴിഞ്ഞതെല്ലാം ഓരോന്നായി ഓർത്തെടുത്ത്
ശ്രമിച്ചിട്ടും എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിറ്റേ ദിവസം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നേ ഒരിക്കലും അവളെ കണ്ട് സത്യങ്ങൾ എന്താണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ അഡ്രസ്സിൽ പോയി നോക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ പോവുകയും ചെയ്തു. അവിടെ ചെന്നതും ഞാൻ കണ്ട കാഴ്ച ഞാൻ മറക്കില്ല. എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചുണ്ടായിരുന്നത്. എന്താ മോനെ ഇവിടെ നിൽക്കുന്നേ? അവരവിടെ പോയില്ല. സീമാന്റെ ഫ്രണ്ടാണോ? അവർ പരിപാടിക്കുള്ള കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. പാർട്ടി എവിടെയാണല്ലോ. മോനോടേക്ക് ചെന്നാൽ മതി, കാണാൻ പറ്റുവരെ. അന്ന് മരിച്ചതാണ് ഞാൻ. ഇപ്പൊ ഇങ്ങനെ ജീവനോടെ ഉണ്ടെങ്കിലും എൻ്റെ ആത്മാവും എൻ്റെ പ്രണയവും എൻ്റെ വിശ്വാസവും എല്ലാം അന്ന് തീർന്നതാണ്. എല്ലാം കൊണ്ടും അടുത്ത് ഈ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി അന്ന് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ അതിന് നീയും സമ്മതിച്ചില്ല. അപ്പോൾ അന്ന് ആ കാറിൻ്റെ മുന്നിലേക്ക് എടുത്ത് ചാടി നീ നിന്നെ തന്നെ ഇല്ലാതാക്കാൻ നോക്കിയത് ഈ കാരണം കൊണ്ടാണോ? നോക്കൂ മിസ്റ്റർ ലക്ഷ്മൺ, ആളിപ്പോൾ ഓക്കെയാണ്, കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്. ആളുടെ ഫോണിൽ താങ്കളുടെയാണ് ലാസ്റ്റ് മിസ് കോൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് താങ്കളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തത്. ഇത് സീരിയസ് ആയൊരു കാര്യമാണ്. സംഭവം കണ്ടു നിന്നവരും ആളവിടെ എത്തിച്ചവരും പറഞ്ഞത് വെച്ച് ആളത് മനഃപൂർവ്വം ചെയ്തതാ. കാര്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഓക്കെ ആക്കാൻ നോക്ക്. താങ്കൾക്ക് കേൾക്കാണോ? അപ്പോൾ ഇത് മനഃപൂർവ്വം തന്നെയായിരുന്നല്ലേ? അപ്പം പുല്ല് നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഒരു വട്ടെങ്കിലും ഞങ്ങളെ പറ്റിയൊക്കെ നീ ആലോചിച്ചത് ചെയ്യുന്നതിൽ മുന്നേ അതിനും ഭാഗത്തിന് എന്ത് തേങ്ങയാണ് ഉണ്ടായത്? എന്തിനാണ് ഇത് നീ ചെയ്യാൻ നോക്കിയത്? നീ കൂടില്ലാണ്ട് ഞങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്നാണ് നീ ഇത് ഓർക്കുന്നത്? ലക്ഷ്മി, വിഷമിക്കണ്ട. എന്തെന്നാലും നമുക്ക് നേരിടാം. ഇനി ഇതുപോലൊന്നും കാണിക്കരുത് നീ. എല്ലാം ഓക്കെയോ? ഞാനുണ്ട് നിന്റെ കൂടെ. എന്താ കാര്യം നീ പറ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പിന്നെ ഓക്കെ ഫൈൻ, നിനക്ക് പറയാൻ പറ്റില്ല നീ പറയണ്ട. എത്ര കാലം വേണോ കാത്തിരിക്കാം. നിനക്ക് ഓക്കെ ആവും നീ പറഞ്ഞാൽ മതി. പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം, ഇനി എന്തൊക്കെ വന്നാലും ഇതുപോലൊരു പരിപാടി നീ കാണിക്കില്ല. അതാണ്, നമുക്കെല്ലാം സെറ്റാക്കാം. എനിക്കറിയാം അത്രയും വലിയ പ്രശ്നമില്ലാണ്ട് നീ പരിപാടി കാണിക്കില്ല. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. ഞാൻ എൻ്റെ കൂടെ. പലർക്കും അറിയില്ലടാ ഈ ജീവൻ്റെ വില. എത്ര പേരാണോ ഇതൊന്ന് നിലനിർത്താൻ വേണ്ടി ഓരോരോ ഹോസ്പിറ്റൽസ് കയറി ഇറങ്ങുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ കുറച്ച് നാൾ കൂടി ജീവിക്കാൻ ആഗ്രഹിച്ച്. എന്നാൽ മറ്റു ചിലരോ അവർക്കിതിൻ്റെ വില പോലും അറിയില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ അല്ല, നീ ഒന്ന് ഓർത്ത് നോക്കി, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ആരാണ് ഈ ലോകത്തുള്ളത്? അതൊക്കെ ധൈര്യത്തോടെ നേരിടണം. ആ ഒരു നിമിഷത്തിൽ തോന്നുന്നതിന് വേണ്ടാത്തത് കാണിച്ചിട്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവരവന് തന്നെയാണ് നഷ്ടം. അറിയാം, എല്ലാം ഓരോരോ സിറ്റുവേഷൻസാണ്. ആ സമയത്ത് ഇതൊന്നും മൈൻഡിൽ വരത്തില്ല, ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. എന്നാലും ഒരിക്കലും എന്ത് റീസൺ കൊണ്ടാണെങ്കിൽ സ്വന്തം ജീവൻ എടുക്കരുത്. ദൈവം തന്നത് ദൈവമായിട്ട് തന്നെ എടുക്കട്ടെടാ. അതുവരെ ജീവിക്കണം. ഒരു പ്രശ്നം ലൈഫിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനും ഏതെങ്കിലും രീതിയിലൂടെയൊക്കെ ലൈഫിലോട്ട് വരിടാ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. ഇനി മേലാക്ക് നീ പരിപാടി കാണിക്കരുത്. നിന്റെ കൂടെ എന്തിനു ചെയ്തിരും ഞങ്ങളുണ്ടിടാ. ഞാൻ അന്ന് എന്തായിരുന്നടാ നിന്നോട് പറയേണ്ടത്? സ്നേഹിച്ച് വിശ്വസിച്ച് ജീവനേക്കാളേറെ കൊണ്ടു നടന്നാണ് ചതിച്ചെന്നു. അതിന് കാരണം ഞാൻ തന്നെ ചെയ്തൊരു മിസ്റ്റേക്കാണെന്നു. ഞാൻ കാരണം മറ്റൊരാൾ. എനിക്കിപ്പോഴും എല്ലാവർക്കുമ്പോൾ അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഇഷ്ടമാടാ, അല്ലാതെ ഞാൻ പറയില്ല. ഇന്നും അവൻ എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിൽ അവൻ മാത്രമേ ഉള്ളൂ.
പക്ഷെ ഇനി എനിക്കവനെ പഴയ പോലെ കാണാനാവില്ല ഒരിക്കലും. ഇന്ന് ഇഷ്ടത്തോടൊപ്പം അത്രയും തന്നെ, അല്ലെങ്കിൽ അതിലേറെ വെറുപ്പുണ്ട് എൻ്റെ ഉള്ളിൽ. പറ്റില്ല എനിക്ക്. ഇനി ഞാൻ എന്ത് വേണം നീ പറ. എൻ്റെ ഉള്ളിൽ വേറൊരു ഓപ്ഷനില്ല. എനിക്ക് റിസൈൻ വയ്ക്കാനാവില്ല. അവനെ സാധാരണ മറ്റുള്ളവരെ കാണുന്ന പോലെ കാണാനും ആവില്ല. എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ ഇതിലും മോശമായിരിക്കും ഇനി അവൻ്റെ അടുത്ത് പെരുമാറുക. എനിക്ക് ഒരു കൺട്രോളും കിട്ടുന്നില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതൊന്നും ഓർക്കണ്ട. നല്ല കൂളായി മുന്നോട്ട് പോവാം. എന്ന് വെച്ച് അവനെ സ്നേഹിക്കണമെന്നോ അല്ലെങ്കിൽ അവൻ ചെയ്തെല്ലാം മറക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതെല്ലാം ഉള്ളിലോട്ട് കയറ്റി നീ നിന്നെ തന്നെ വേദനിപ്പിക്കാൻ നിൽക്കരുത്. നിനക്കെങ്ങനെ പറ്റുന്നോ നീ അതുപോലെ ഇനി അവൻ്റെ അടുത്ത് പെരുമാറിയാൽ മതി. ഞാനൊന്നും പറയില്ല. നീ നോക്കിയാവാ, നമുക്ക് തിരിച്ചു പോകേണ്ടതാ. ചേച്ചിമാടെ വെയിറ്റിംഗാ. അപ്പോൾ അവർക്കിടയിൽ ഇത്രയൊക്കെ നടന്നിട്ടുണ്ടല്ലേ. ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. വിഷയം കുറച്ച് സീരിയസ് ആണല്ലോ. അതെ, പക്ഷെ ഇതിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. കാരണം നമ്മളറിയുന്ന അവൻ ആരോനെ നോക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവൻ്റെ കണ്ണുകളിൽ ആ സ്നേഹം, അത് കാണുമ്പോൾ ഒരിക്കലും അവനെ ചതിക്കുന്നുള്ളൊരു ഇതെനിക്ക് തോന്നുന്നില്ല. പിന്നെ അവനെല്ലാം അറിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനെയും അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. മൊത്തത്തിൽ എന്തൊക്കെയോ ഉണ്ട്, കണ്ടുപിടിക്കാം നമുക്ക്. അതെ, റബേക്ക അവൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ അറിയായിരിക്കും. അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. പക്ഷെ അവൾ പറയത്തില്ല. വേറെ എന്തെങ്കിലും മാർഗം നോക്കാം നമുക്ക്. പറഞ്ഞു തീർന്നില്ല. 100 പൈസ ദേ വരുന്നുണ്ട്. രണ്ടിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വർക്ക് ടൈമിൽ ഇതുപോലത്തെ ലൂസ് സ്റ്റോക്കിന് നിൽക്കരുതെന്ന്. അല്ല, നിങ്ങളുടെ രണ്ടാളുടെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ലക്ഷ്മി, പ്രൊജക്റ്റിൻ്റെ കാര്യം എന്തായി? അത് പിന്നെ മാഡം, പ്രൊജക്റ്റ് എന്തുവാന്ന്? ഓഹോ, അപ്പം അത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അല്ലേ ഇതുവരെ? നീ ക്യാബിനിലേക്ക് കേട്ടാ തരട്ടാ നിൽക്കട്ടെ. പിന്നെ സാറ് എല്ലാം ചെയ്താണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ആ പേപ്പർ വർക്ക് ഇനി 5 മണിക്കുള്ളിൽ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ സാറ് 10 മണി കഴിഞ്ഞാലും ഇവിടെ നിന്ന് പോയില്ല കേട്ടാ. തൂം അയ്യോ, അപ്പം നിനക്കിന്ന് വീട്ടിൽ പോണ്ട. ഇവിടെ കിടന്ന് ഒരു പായ പിടിച്ചിരുന്നോട്ടാ. എനിക്കതിൻ്റെ ആവശ്യം വരില്ല. ഞാൻ അതിൻ്റെ ഹാഫ് പോർഷനും കംപ്ലീറ്റ് ആക്കി വെച്ചേക്കുന്നത്. നീ പോയി നിനക്ക് കിട്ടാനുള്ളത് ക്യാബിനീന്ന് വാങ്ങിച്ചിട്ട് വാ. എടാ സതിയോ, എനിക്കിതൊരു കഷ്ടമി. നിന്നെ ഞാൻ കൊണ്ടിടുവേ. ഉവ്വ, എൻ്റെ ഗംഗമോൾ ആദ്യം പോയി ചാവാണ്ട് തിരിച്ചു വാട്ടാ. എന്നിട്ട് എന്നെ കൊല്ലുന്ന കാര്യം ആലോചിക്കാം. പൊടപ്പട വേഗം പോ. ഇന്നിപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? മീറ്റിംഗ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല സാർ, ഇന്ന് വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല. ഓ ഓക്കെ. പിന്നെ സാർ, എനിക്ക് നാളെ ഹാഫ് ഡേ ലീവ് വേണം. റീസൺ? ബ്രദർ വരുന്നുണ്ട്, സോ ആളെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിലേക്ക് പോകണം. ഓ ഓക്കെ, എന്നാ ലീവ് എടുത്തോ. പിന്നെ ഒരു കാര്യം, ഈ വരുന്ന സൺഡേ എൻ്റെ ബ്രദറിൻ്റെ 25th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഒന്നൊരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓഫീസിലുള്ള എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഫ്രീ ആണെങ്കിൽ പോരെ? ഓ ഞാൻ നോക്കട്ടെ, ഉറപ്പൊന്നുമില്ല. ഫ്രീ ആണെങ്കിൽ വരാം. ഓക്കെ സാർ. ചേട്ടച്ചൻ നാളെ വരുന്നുണ്ടല്ലേ? നീ പോയി കൊണ്ടുപോയോ? എനിക്കെന്താണെങ്കിലും വരാൻ പറ്റത്തില്ല. ഞാൻ ആ പുതിയ പ്രൊജക്റ്റിൻ്റെ പിന്നാലെ, അത് സെറ്റ് ആവാണ്ട് എനിക്ക് ഒന്നിനും പറ്റത്തില്ല. അത് കുഴപ്പമില്ല, ഈവനിങ് വർക്ക് കഴിഞ്ഞ് ഫ്രീ ആയിരിക്കല്ലോ, നീ അപ്പോൾ പോരെ. അത് നടക്കില്ല മോനെ, ഏട്ടായിക്ക് അത്യാവശ്യം പരിപാടികളുണ്ട്. സൺഡേ വരുന്നതാണ്, നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? പിന്നെ സൺഡേ മിക്കവാറും നീ അടിച്ച് പൊളിക്കും. എന്താടാ ഒരു കുത്തി സംസാരം? സംതിങ് ഫിഷി ഉണ്ടല്ലോ. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, കണ്ടറിയാം.
ആരുവേടാ ചേട്ടച്ചാ. സുഖല്ലേ എൻ്റെ കുഞ്ഞിന്? എത്ര നാളിന് ശേഷം എനിക്ക് നിന്നെ ഇങ്ങനെ അടുത്ത് കിട്ടുന്നേ. കുഴപ്പമൊന്നുമില്ല ചേട്ടച്ചാ, സുഖമായിട്ടിരിക്കുന്നു. എന്നെ ഇവിടെ നോക്കാൻ എൻ്റെ ചേച്ചിയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പത്നിയുടെ പേര് പറഞ്ഞപ്പോഴേക്കും ആ കണ്ണിലൊരു തിളക്കൊക്കെ ഉണ്ടല്ലോ, കാണാൻ കൊതിയിരിക്കുകയാണല്ലേ. നമുക്ക് പോവാം. അല്ല, ആ കുറിപ്പ് അവളവിടെ? അവള് കൂടെ ഉണ്ടല്ലോ, വാഷ്റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാ വരേണ്ടതാ? വരുന്നല്ലേ? ഈ നത്തോലിക്ക് വലിയ മാറ്റമൊന്നുമില്ല. എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇടക്കുരങ്ങനെ പരിണാമം സംഭവിച്ച ചിമ്പാൻസി വഴി മനുഷ്യനായവനെ നിന്നോട് ഇപ്പം സംസാരിക്കാൻ എനിക്ക് നേരില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്, വേഗം വീട്ടിലേക്ക് പോവാം പ്ലീസ്. അതെന്ത്? നീ ഫ്ലൈറ്റിൽ ഫുള്ള് പട്ടിണിയായിരുന്ന? ചക്ക വീണപ്പോൾ മൊയിൽ ചത്ത പോലെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നീ അറിയാതെ തന്നെ ചില സത്യങ്ങൾ നീ വിളിച്ചു പറയുന്നു. നീ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ ഫുഡേ കഴിച്ചിട്ടില്ല. കുറച്ച് കഴിച്ചു, പക്ഷേ ചേച്ചിയമ്മയുടെ ഫുഡിൻ്റെ അത്ര ഒന്നും വരത്തില്ലല്ലോ. അതുകൊണ്ട് അധികം ഒന്നും കഴിച്ചില്ല. കാരണം കഴിച്ചാൽ പിന്നെ എനിക്ക് ചേച്ചിയമ്മയുടെ ഫുഡ് അധികം കഴിക്കാൻ പറ്റത്തില്ല. സോ നോ മോർ ടോക്കിങ്സ്, നമുക്ക് വേഗം പോകാം. വരൂ ഗൈസ്, കം ഓൺ. Your wishes make a man to me, Natoli. പാപ്പോടെ കോഴിക്ക് പപ്പും കൂടിയും വെച്ചാണേ. രണ്ടും നന്നാവില്ല എന്ന് എനിക്കറിയാം. അത് നിങ്ങളിങ്ങനെ സംസാരിച്ച് തെളിയിക്കേണ്ട പിള്ളേരെ. എടാ, നീ പോയി വണ്ടി എടുത്തിട്ട് പോയോ, നമുക്ക് പോവാം. എൻ്റെ ചേട്ടച്ചൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു. പിന്നെ അല്ലെങ്കിൽ നീ ഇപ്പം എന്നെ മൂക്കി വലിച്ച് കയറ്റാണ് പോടക്ക. അത് വീട്ടിലെത്തും പറയാം. കേട്ടോടി നാത്തോലി. ഓ എൻ്റെ സുന്ദരിമണി, എൻ്റെ ചേച്ചിയമ്മേ. അമ്മൂസേ, ഓക്കെ അല്ലടാ? എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? നീ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നേ? ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണ്. ഈ മണ്ണുണ്ണിയുടെ കൂടെ എൻ്റെ ചേച്ചിയമ്മ ഉണ്ടായിരുന്ന പോലെ എൻ്റെ കൂടെ എൻ്റെ ചേട്ടച്ചനുണ്ടായിരുന്നില്ലേ. സോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാ ചെന്ന് ഫ്രഷ് ആവാൻ നോക്കാം. ഫ്രഷായിട്ട് ഓടി വായോ, ചേച്ചിമ്മ ഫുഡ് എടുത്ത് വയ്ക്കാം. ഓക്കെ ബോസ്, ഞാൻ ദേ പോയി ഇതാവുന്നു. എടാ വാഴ, നീയും പോരെ? അവർ റൊമാൻസ് കേട്ടെ, അതിൻ്റെ ഇടയ്ക്ക് ഇനിയൊരു കട്ടും പാവണ്ട. കമാൻ. വാഴയാ? ഞാനോ? നിൽക്കട്ടെ, നിനക്കൂടെ ഇപ്പം തരാം. ഓ പിന്നെ ഞാൻ നിന്ന് തരാം. നിനക്ക് എന്നെ കിട്ടില്ല, പറ്റുവാണ് നീ പിടിക്ക്. നീ തീർന്നിരുന്നു. നിൽക്കോളെ. I missed you more than I ever said. I have missed you too, more than you know. Hey, I love you. I love you too. I always have. മതി, ഇനിയും പറഞ്ഞൊന്നും ശരിയാവില്ല. പോയി ഫ്രഷ് ആവാൻ നോക്ക്. എന്നിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം. എനിത്തിങ് ഫോർ യു മൈ ക്വീൻ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരിയാക്കി കൊടുക്കാം. സൺഡേ വരില്ലോ. പ്ലീസ് കൊന്നു കളയരുത്, അതെനിക്ക് അത്രയും വേണ്ടപ്പെട്ടതാ. ശരിക്കും നിന്നെയാണ് കൊല്ലേണ്ടത്, കാരണം എല്ലാത്തിനും പണം വെച്ച് കൊടുക്കുന്നത് നീയല്ലേ. എന്നാൽ നിന്നെ ആദ്യം കൊല്ലാം, എന്നിട്ട് കൊല്ലാം. വാ, നീ വാ, വട. എന്തോ? എന്നെ ആരോ വിളിച്ചു, ഞാൻ വരാവേ. മുങ്ങിക്കോ, ഞാൻ എടുത്തോണ്ട് ഒന്നിച്ച്. ഇവിടെ ആരുമില്ലേ? ഒറ്റെണ്ണത്തിന് കാണാമല്ലോ. വാതിലാണെങ്കിൽ തുറന്നിട്ടിട്ടുണ്ട്. അവിടെ പോയെല്ലാം കാണൂടാ. ഡെക്കറേഷൻസ് കണ്ടില്ലേ? അവരൊക്കെ റെഡി ആവുമായിരിക്കും. പിന്നെ എല്ലാവരും വന്ന് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അടിച്ചു കയറി വാ മക്കളെ, ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. പട്ടിപ്പണിയെടുത്ത് സേട്ടൻ സത്തടാ. സേട്ടന് കൂട്ടിന് ആൾക്കാരായിപ്പോ. അപ്പൊ നീ ബംഗാളി പണിക്കാണോടാ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? അങ്ങനെയും പറയാം. പിന്നെ ലക്ഷ്മി, നിനക്ക് നല്ലൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താന്ന് വഴി അറിയാം. ഇപ്പൊ നമുക്ക് പണിയെടുക്കാം. അത് വേണ്ട, ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്യാം. അപ്പോഴേക്കും നീ പോയി റെഡി ആയിട്ട് വാ. അങ്ങനെ അധികം വർക്കൊന്നുമില്ലടാ, ആ ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനാ. ഞാൻ പറഞ്ഞുതരാം, വാ. നീ ചേച്ചമ്മേനെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, ഇന്ന് നിനക്ക് ചേട്ടച്ചനെയും കാണാം. പറഞ്ഞൊരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോഴേ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ആടെ നേരിട്ടൊന്ന് കാണണമെന്ന്. ഇന്നത് നടക്കാൻ പോവാണ്, അതിൽ സന്തോഷമുണ്ട്. എടാ ആരു, അത് പിന്നെ എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ,
അതെന്താന്ന് പറയടാ, അങ്ങനെ ക്യൂരിയോസിറ്റി അടുപ്പിച്ച് കൊല്ലാതെ പ്ലീസ്. ഓ അതോ, അതെന്താന്ന് വെച്ചാല് അത് ഞാൻ പറഞ്ഞാൽ മതിയോ മോനെ പാൽക്കുപ്പി? എൻ്റെ ശിവനെ, എന്നോട് പൊണ്ടാട്ടി, ഇവളെങ്ങനെ ഇവിടെ എത്തി? ഓ മൈ ഗോഡ്. എന്താണ് മോനെ ഹസ്ബൻഡ്, വല്ലാതെ ഷോക്കായി പോയെന്ന് തോന്നുന്നു. എന്നോടൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? അത് പിന്നെ എടാ ഹസ്ബൻഡ്, അപ്പൊ ഇത് നിന്റെ ഒരു കയ്യപ്പത്തം, നാറ്റിക്കരുത്, മിണ്ടാണ്ട് നിൽക്കടാ അവിടെ. എന്താ ലക്ഷ്മി ഇത്? അപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞതായിരുന്നോ? മാഡം, ഓ മൈക്കടോളെ, ചെകുതാന്യം കടലിൽ നടക്കായില്ലോ. അപ്പൊ ഇതിന്റെ കൂടെ നിന്റെ മരണം കൂടി സെലിബ്രേറ്റ് ചെയ്യാം. വാ, മാറി നീ പറഞ്ഞോണ്ടാണല്ലേ തരാട്ടാ നിന്റെ സർപ്രൈസിനുള്ളത്. ഇതൊന്ന് കഴിയട്ടെ. ആദ്യം നീ ഇവരെടുത്ത് നിന്ന് രക്ഷപ്പെട്ടോ, എന്നിട്ട് നോക്കാം. ലക്ഷ്മി, ഞാൻ ചോദിച്ചതെന്ന് നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അതെ അതെ, ആദ്യം അവര് ചോദിച്ചതിനൊക്കെ ഒരു ഉത്തരം കൊടുക്ക്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കാണാം. എനിക്ക് കുറച്ച് ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടേ. എന്റെ പൊന്നു കൃഷ്ണ, ഒരു വഴി കാണിച്ചായോ? അയ്യോ എന്നെ കാത്തോണേ.